വിദ്വേഷ പരാമർശ വിവാദങ്ങൾക്കിടെ ഗുരുവായൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിവാദ പ്രസ്താവനയിൽ കേസെടുത്തതോടെ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി നിശ്ചയിച്ച പ്രകടനം ഒഴിവാക്കി. ഗോപാലകൃഷ്ണനെതിരെ കലാപാഹ്വാനവും ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയാണ് ഗുരുവായൂർ പോലീസ് കേസെടുത്തത്. പരാമർശത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള BD സതീശന്റെ ഡീലും പിണറായി വിജയന്റെ ഡീലും അവർ വെളിയിൽ പറയണം എന്ന് BJP ആവശ്യപ്പെടുന്നു. അതെല്ലാ കാര്യവും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകിലില്ല. മിസ് ലിഷോയ് വിവരങ്ങളുമായി ചേർന്നു. ലിഷോയ്, ഈ കലാപാഹ്വാനത്തിനൊക്കെ എതിരെ കേസെടുത്തിരിക്കുന്നു, പക്ഷേ ഈ പ്രകടനം ഒഴിവാക്കിയല്ലോ, പത്രിക സമർപ്പിക്കുന്നതിന് മുൻപുള്ള പ്രകടനം, അതെന്തുകൊണ്ടാണ്? അതായത് ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രകടനമായി എത്തി താലൂക്ക് ഓഫീസർക്ക് മുന്നിൽ ഇത്തരത്തിൽ പത്രിക സമർപ്പിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാനും ഏതെങ്കിലും തരത്തിൽ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. യാതൊരു വിധത്തിലും ഏതൊക്കെ അന്വേഷണം വന്നാലും അതിൽ നിന്നും ഒന്നും പുറകോട്ടില്ല. മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി പിന്തുണ ലഭിച്ചതോടുകൂടി കൂടുതൽ ഒരു ഉറച്ച നിലപാടിലേക്ക് ഗോപാലകൃഷ്ണൻ എത്തുകയാണ്. BJP ഈ ഗോപാലകൃഷ്ണൻ്റെ നിലപാടുകളിൽ ഉറച്ചുകൊണ്ട് തന്നെയായിരിക്കും അവിടെ നിലവിൽ ഈ പ്രചാരണമൊക്കെ തന്നെ നടത്തുക എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഡീൽ എന്ന ആ ഒരു UDF-ൻ്റെയും അതുപോലെ തന്നെ LDF-ൻ്റെയും ഡീൽ എന്നുള്ള ഒരു ആരോപണം ഇപ്പോൾ BJP ആണ് ഉന്നയിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുമായും ഒക്കെ തന്നെ ഡീൽ ഉള്ളത് LDF-നും UDF-നുമാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇതിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി എന്തായാലും ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഏത് തരത്തിലുള്ള കേസെടുത്താലും അന്വേഷണം നടന്നാലും അതിനെ ഒന്നും തന്നെ ഭയപ്പെടുന്ന ആളല്ല താനെന്ന് ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, അവിടെ പ്രചാരണം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം തുടരുകയുമാണ് ബി ഗോപാലകൃഷ്ണൻ. ശരി, വിശദാംശങ്ങൾ നൽകിയത്